Hello, welcome to Simply Healthy. ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ റെസിപ്പി ആയിട്ടാണ്. ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. ഇത് കീറ്റോ ഡയറ്റുകാർക്ക് പറ്റിയൊരു റെസിപ്പിയാണ്. കീറ്റോ ഡയറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാർബ്സ് ഇല്ലാത്ത ഡയറ്റ് ഫോളോ ചെയ്യുന്നവരാണ് കീറ്റോ ഡയറ്റിന് ഉദ്ദേശിക്കുന്നത്. ഈ റെസിപ്പിയുടെ പേര് ബീഫ് ലെറ്റ്യൂസ് റാപ്സ് എന്നാണ്. ആള് ലെറ്റ്യൂസ് വെച്ചാണ് ട്രൈ ചെയ്തത്, പക്ഷേ എനിക്ക് സത്യം പറഞ്ഞ ലെറ്റ്യൂസ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ക്യാബേജിൻ്റെ ലീവ്സ് ലെറ്റ്യൂസ് പോലെയൊക്കെ ആക്കി അതേ ഒരു ടെക്സ്ചറൊക്കെ ആക്കി എടുത്തിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. ഒരു 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി നല്ലപോലെ മിൻസ് ചെയ്തെടുക്കണം. 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു സവാള അരിഞ്ഞത് ചേർക്കുക. അതിനൊപ്പം തന്നെ ഒരു ക്യാപ്സിക്കം അരിഞ്ഞത് ചേർക്കുക. ഒരു 3 മിനിറ്റോളം സോട്ട് ചെയ്യുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. സോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മിൻസ്ഡ് ബീഫ്, ഞാനൊരു 1/2 kg മിൻസ്ഡ് ബീഫാണ് എടുത്തിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റോളം നന്നായിട്ട് സോട്ട് ചെയ്യുക. അത് നല്ലപോലെ വഴറ്റുക. അതിനുശേഷം ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്ത് അത് മാറ്റി വയ്ക്കുക. ഇനി വേറൊരു പാൻ എടുത്തിട്ട് ചൂടായി കഴിയുമ്പോൾ അതിനകത്തോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ മിൻസ്ഡ് ഗാർലിക്, ഞാനൊരു 10 വെളുത്തുള്ളിയോളം ഇട്ട് നല്ലപോലെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ സോയ സോസ്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, പിന്നെ ഗ്രീൻ ചില്ലി സോസാണ് ഞാൻ എടുത്തത്. പിന്നെ കുറച്ച് ജിഞ്ചർ, ഒരു മീഡിയം സൈസ് ജിഞ്ചർ മിൻസ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വിനെഗർ, ഒരു 2 ടീസ്പൂൺ ഹണി, ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം, അതായത് നമ്മൾ ആ സോസ് ഒന്ന് തിക്കണാവണം, അതിന് ആവശ്യമായുള്ള വെള്ളം ഞാനൊരു മാക്സിമം ഒരു 3 ടേബിൾ സ്പൂണാണ് ചേർത്തേക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് ഇളക്കി ആ ഒരു സോസ് തിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ലപോലെ തിക്കായി കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് അത് ആ ബീഫിൻ്റെ, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ബീഫിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. അതൊന്ന് വീണ്ടും ഗ്യാസ് ഓൺ ചെയ്ത് ആ കടായിൽ ഒന്നുകൂടെ ആ ബീഫും ആ സോസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു വലിയ ക്യാബേജിൻ്റെ ഒരു മാക്സിമം ഒരു 6 ലീവ്സ്, ഒരു 6 ഇല നമ്മൾ അടർത്തിയെടുത്ത് അതൊന്ന് ബോയിലിംഗ് വാട്ടറിൽ ഒരു 5 മിനിറ്റോളം മുക്കി വയ്ക്കണം. അതിനുശേഷം അതിൽ നിന്ന് നമ്മൾ ആ ലീവ്സ് എടുത്ത് നമ്മൾ ഐസ് വെള്ളത്തിൽ ഒരു 5 മിനിറ്റ്സോളം മുക്കി വെക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാബേജിൻ്റെ ലീവ്സ് ഒന്ന് ക്രിസ്പ് ഒരു ഫേം ആവാനാണ്. എന്നിട്ട് അത് തണുത്ത വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഒന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കണം. ഓരോ ലീഫ് എടുത്തിട്ട് ഈ ബീഫിൻ്റെ ആ മിക്സ് ചേർത്ത് കൊടുക്കുക ഓരോ ലീഫിനകത്ത്. എന്നിട്ട് റോൾ ചെയ്ത് വയ്ക്കുക. ഇത്രയുള്ള പരിപാടി. ഇതാണ് നമ്മുടെ ബീഫ് റാപ്സ്. ഇതൊരു കീറ്റോ റെസിപ്പി ആണെങ്കിലും, കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കുള്ള റെസിപ്പി ആണെങ്കിലും, ഇപ്പം ഞാൻ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യാത്ത ഒരാളാണ്, പക്ഷെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു നമ്മൾ വല്ല ഒരു പാർട്ടിക്ക് വീട്ടിലൊക്കെ വല്ല ഗെറ്റ് ടുഗദർ ഒക്കെ നടത്തുമ്പോൾ ഇതൊക്കെ വെച്ച് കൊടുത്താൽ ഒരു ഡിഫറൻസ് ഉണ്ടാവും. ഒരു ഡിഫറെൻ്റ് ആയിരിക്കും. ഇതെന്തൊരു വെറൈറ്റി ഐറ്റം ആണല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരും കഴിക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ബിക്കോസ് ഓൾറെഡി ബീഫാണ്. നോൺ വെജിറ്റേറിയൻസിനൊക്കെ ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. കൂടെ ഒരു വെജിറ്റബിൾ ചെല്ലുകയും ചെയ്യും. വളരെ റെയറായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ക്യാബേജ്. അപ്പോൾ അതും കഴിക്കാൻ പറ്റും. നല്ലൊരു വെറൈറ്റി ഒരു ഐറ്റം ആവുകയും ചെയ്യും. നമ്മുടെ ഗെറ്റ് ടുഗദേഴ്സിനും പാർട്ടീസിനൊക്കെ നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു റെസിപ്പി ഞാൻ വീണ്ടും വരും. അതുവരെ സ്റ്റേ സിംപിളി ഹെൽത്തി.